നിങ്ങളൊരു കൾട്ട് ഗ്രൂപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ ഭയങ്കരമായിട്ട് ബാലൻസിങ് ഇഷ്യൂ ഫീൽ ചെയ്യും. അതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പല പല ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാൻ പല പല വ്യക്തികളുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ കിടക്കണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം, ഇത്തരം കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാൻ കുറേ ആളുകൾ. അവരെയൊക്കെ നമ്മളിങ്ങനെ പതിയെ പതിയെ എടുത്തു മാറ്റിയിട്ട് ഇതൊക്കെ എൻ്റെ ജീവിതമാണ്, ഐ ഹാവ് മൈ ഓൺ റൂൾസ്, ഐ ഹാവ് മൈ ഓൺ ഇന്റലിജൻസ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന സ്ഥലത്ത് അവരൊക്കെ അപ്രസക്തരാകുകയാണ്. അവരെയൊന്നും കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാര്യം നമ്മളെ കൊണ്ട് അവർക്കാണ് ഗുണം ഉണ്ടാകുന്നത്. സാമ്പത്തികമായിട്ട് അവരാണ് നമ്മളെ കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ശാരീരികവും മാനസികവുമായ അടിമത്തത്തിലേക്ക്, കൺട്രോൾസിലേക്ക് നമ്മൾ സ്വയം ഒരു റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കയ്യിലെ പാവയാകുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരുത്തണം. തിരുത്തിയേ പറ്റൂ. എന്നാലേ നമുക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം കുറച്ച് മെസ്സേജുകൾ കിട്ടി, ചില ഗ്രൂപ്പുകളുടെയാണ്. അപ്പോൾ ആ മെസ്സേജുകൾ വന്നപ്പോഴാണ് എനിക്ക് ലിങ്കുകൾ അയച്ചു തരുന്ന ആളുകൾ വീണ്ടും എന്നോട് ചോദിക്കുന്നത്, സാറേ ഇത്രയും റൂൾസ് ഇവരെന്തിനാ പറയുന്നത്? ഇവർ അറിവുകൾ പഠിപ്പിക്കുന്ന ഒരു ടീമാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ ചേർന്നത്, ഞാൻ അവരുടെ കൂടെ ചേർന്നത്. പക്ഷെ ഇവരെന്തിനാണ് സാറേ ഇത്രയും വലിയ റൂൾസ് പറയുന്നത്? അവിടെ ഇത്ര മണിക്ക്, 8 മണിക്ക്, 8:30ക്ക് തുടങ്ങിയാൽ 8:40 ആകുമ്പോഴത്തേക്കും അത് ലിങ്ക് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഞാൻ കയറിയത് 9 മണിക്കായിരുന്നു. അത് വേറെ വശം. അതുപോലെ നിരവധി റൂളുകളാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരു മെസ്സേജ് പോലും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. അറിവ് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഞാൻ പറയുന്നു നിങ്ങൾ ഇവിടെ വരുന്ന എല്ലാ മെസ്സേജും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പേടിക്കാനില്ല. എനിക്ക് ഈ ലോകം, ഈ അറിവ് പഠിക്കുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ശാസ്ത്രത്തിനോ ഈ ലോകത്തിനോ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ഭയക്കണം. കാര്യം എന്നെ ആരെങ്കിലും പരിഹസിക്കുമെന്ന് എനിക്കൊരു ഭയമുണ്ടെങ്കിൽ ഞാൻ ഭയക്കണം. അതേസമയം ഞാൻ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിനും ശാസ്ത്രത്തിനും ബാക്കിയുള്ള ആളുകൾക്കും നിരക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം പഠിപ്പിക്കുന്നതിന് ഞാൻ ഭയക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് മറ്റുള്ളവർ പഠിക്കുന്നതിന് ഞാൻ ഭയക്കണോ? കഴിഞ്ഞ ദിവസം അവരുടെ തന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത് മിറാക്കിൾ മിഷൻ ട്രാവൽ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അവർ കോഴിക്കോട് ഇപ്പോൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരിയിലാണ്. അപ്പോൾ അവരുടെ അഡ്മിന്മാരോട് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അവരുടെ മെയിൻ ആളോട് ചോദിക്കണം, എന്നാലേ എനിക്കൊരു മറുപടി തരാൻ പറ്റൂ എന്ന് പറഞ്ഞു. എനിക്കൊരു മറുപടി തരാൻ പറ്റൂ, അവർക്ക് എനിക്കൊരു മറുപടി തരാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചു. ആ കുട്ടി അത് ഇന്നലത്തെ ലൈവിൽ ഞാനത് റിവീൽ ചെയ്തിരുന്നു. ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചു. ആ കുട്ടി അത് അപ്പോൾ തന്നെ അവിടെ മെയിൻ ടീമിൽ പോയി ചോദിച്ചപ്പോൾ എന്നെ അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് സുധീർ കബീർ ആയിരിക്കും, അതുകൊണ്ട് നീ അതിന് മറുപടി ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ എനിക്ക് ഇട്ട മെസ്സേജ് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ആ മെസ്സേജ് വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പം ഞാൻ ഇന്ന ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് ആ കുട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ആളോട് നേരിട്ട് പോയി ചോദിച്ചു. പേര് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, എന്നാലും പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്, പലപ്പോഴും പല ആളുകൾക്കും അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് ഞാൻ നേരിട്ട് പോയി ചോദിച്ചു, നിങ്ങളുടെ ക്ലാസ്സുകളിൽ എനിക്ക് പങ്കെടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കണമെന്നുണ്ട് അല്ലേ? അവർ 2000 ആളുകളെ വെച്ച്, ഞാനുള്ളതിൽ 2000 ആളുകളുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ. 2000 ആളുകൾ. ആ 2000 ആളുകളുള്ള 2 ഗ്രൂപ്പുകളിൽ ഞാനുണ്ട്. അതായത് 980ഉം 811 വീതം ആളുകളുള്ള 2 ഗ്രൂപ്പുകളിൽ ഞാനുണ്ട്. സോ അതൊരിക്കലും ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് അയക്കുന്ന മെസ്സേജ് ഒന്നുമല്ല. അവരയക്കുന്ന മെസ്സേജ് എപ്പോഴും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കൂ, നിങ്ങളുടെ ജീവിതം മാറ്റൂ. അവരുടെ മെസ്സേജ് അതാണ്. അവർ പറയുന്ന മെസ്സേജ് അതാണ്, നിങ്ങളുടെ ജീവിതം മാറ്റാം ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ. അതിനുശേഷം അവർ പറയുന്ന കാര്യം എന്താണ്? ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു 3501 രൂപയാണ് അവരുടെ ഫീസ് കേട്ടോ. ഇവിടെ ഇന്ന് ഞാൻ തുറന്നു കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മാജിക് മിഷൻ അതും ഇതിൻ്റെ അടുത്തൊരു രൂപമാണ്. ജനത്തിൻ്റെ നന്മയാണ്, സമൂഹത്തിൻ്റെ നന്മയാണ്, മറ്റുള്ളവരുടെ എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉന്നമനമാണ്, ആത്മീയ ഔന്നത്യമാണ്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തിന് അവർ മറ്റൊരു വ്യക്തി അതിൻ്റെ അകത്ത് തടയണം? അല്ല, ഞാൻ ചോദിക്കുന്നത് വളരെ ഫാക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്തരം ആളുകൾ എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത്? മറുപടികൾ പോലും തരാൻ അവർക്ക് ഭയമാണ്. ബാക്കിയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടികൾ പോലും തരാൻ ഭയമാണ്. ഇത് ആ ലൈവ് ചാറ്റിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ മെസ്സേജും, അതായത് ആദ്യത്തെ അഡ്മിൻ എനിക്ക് അയച്ച മെസ്സേജും, രണ്ടാമത് ആ അഡ്മിനോട് രണ്ടാമത്തെ ആളോട് ഞാൻ പറഞ്ഞ മെസ്സേജുമാണ് ഇതിൽ കാണുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിലെ വിഷയങ്ങൾ എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അജണ്ട അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ക്ലാസ്സുകൾ, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നടത്തുന്ന ആളുകളാണ്.
അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു അജണ്ട ഉണ്ടാവും. നമ്മൾക്കൊരു വിഷയം ഏത് വിഷയത്തെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് പ്രോഗ്രാമിലായിരുന്നു, ഇപ്പോഴാണ് കഴിഞ്ഞത്. ഈ മെസ്സേജ് ഞാൻ 8:40 അയച്ചതാണ്. പക്ഷേ പുള്ളി ആ മെസ്സേജ് കാണുന്നത് 12:57 കേട്ടോ, രാത്രിയിൽ 12:57. അപ്പോൾ എനിക്ക് റിപ്ലൈ തന്നു. ഒരുപാട് സന്തോഷം. ആ സമയത്തും എനിക്ക് വേണ്ടി റിപ്ലൈ തരാൻ വേണ്ടി സമയം മാറ്റി വെച്ചു. അതിൽ പറഞ്ഞു പ്രോഗ്രാമിലായിരുന്നു, ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇത് ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമിനെ വിമർശിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർക്കുള്ള പ്രോഗ്രാം അല്ല കേട്ടോ ഇത്. അപ്പോൾ വിമർശിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവരിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. വിമർശിക്കുന്ന ഒരാൾ ഈ ലോകത്തിൽ വിമർശിക്കുന്ന ആളുകൾ നന്നാവാൻ പാടില്ല. ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, എന്നെ വന്ന് വിമർശിക്കും, ഞാൻ പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, എന്നിട്ട് നിങ്ങൾ നന്നാവൂ. ഇവിടെ ഞാൻ വിമർശിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവരുടെ പ്രോഗ്രാമിൽ, അപ്പം ഞാൻ അവിടെ ചോദിച്ചതാണ്, അപ്പോൾ എൻ്റെ ജീവിതം നശിച്ചോട്ടെ എന്നാണോ റുബീന പറയുന്നത്? അതേപോലെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിനെ വിമർശിക്കുന്ന ആരുടെയും ജീവിതം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം അവരുടെ മെസ്സേജ് ഇതാണ് കേട്ടോ. അവർ ഗ്രൂപ്പുകളിൽ അയക്കുന്ന മെസ്സേജ്, നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന നിമിഷം ഇതാണ്. നിസ്സാരമായ പേടികൾ മാറ്റിവെച്ച് വിജയത്തിലേക്ക് ചൂടുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ തയ്യാറായിട്ട് ചെന്നു. അല്ല, ഞാൻ തയ്യാറായിട്ടാണല്ലോ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത്. എൻ്റെ തലയും കൂടെ ഇതിൻ്റെ അകത്ത് വേണം, എന്നാലേ ഒരു രസം ഉണ്ടാവും. ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ ഇട്ടോട്ടെ. റെഫറൻസ് അല്ലെ, പിന്നെ ഞാൻ എൻ്റെ തലയില്ലാതെ വീഡിയോ ചെയ്തെന്ന് വരും. അത് വേണ്ട, ഞാൻ പറയുന്നതും കൂടെ കാണുമല്ലോ. ആക്ടിവേറ്റ് ട്രാൻസിഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇത് നിങ്ങളുടെ ജീവിതം ഈ നിമിഷം മാറാൻ പോകുന്ന നിമിഷം ഇതാണ്. നിസ്സാരമായ പേടികൾ മാറ്റിവെച്ച് വിജയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് അടുത്ത മറുപടി വന്നത്, അത് നിങ്ങളുടെ മനസ്സിലുള്ളത് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതെന്ന് പറയരുത്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം മാറരുതെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അത് ഈ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത്. അത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ വ്യക്തമായത്. കാര്യം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ളത് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതെന്ന് പറയരുത്. ഹായ് റുക്യാമോൾ മീതാൽ, ഹായ്. നിങ്ങൾ പറയരുത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് പേടിയില്ല, ആ പേടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ പേടി മാറ്റി വെച്ചിട്ടുള്ള ആളുകൾക്കുള്ള പ്രോഗ്രാമാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പേടി മാറ്റി വെച്ചേക്കുന്ന ആളുകൾക്ക് പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാൻ February 1-ാം തീയതി അവരുടെ കൂടെ വരാനാണ് പറഞ്ഞേക്കുന്നത്. അതിൽ 1000 പേരിൽ ഒരാൾ നിങ്ങളാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് ഒരു പബ്ലിക് ഗ്രൂപ്പിൽ വന്നതിന് റിപ്ലൈ കൊടുത്തപ്പോൾ എന്നോട് ആ ഗ്രൂപ്പിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നാണ് അവരുടെ സ്റ്റാൻഡ്. അവർക്ക് എന്നെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല, അതാണ് അവർ പറഞ്ഞത് ഓപ്പണായിട്ടും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലിടുന്ന മെസ്സേജ് അല്ലേ? അതുകൊണ്ടാണ് ഇതിങ്ങനെ ചോദിച്ചത് എന്ന് ഞാനിവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജാണ്. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചു, അത് പബ്ലിക് ഗ്രൂപ്പ് അല്ലേ? നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, നമ്മൾ ചോദിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന മറുപടി ഇതാണ്, സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കുന്ന കാര്യങ്ങൾ സാർ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതിന് ലോജിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ ജീവിതം മാറുമല്ലോ, പക്ഷെ നിങ്ങൾ എന്നെ പങ്കെടുപ്പിക്കില്ല, അപ്പോൾ എൻ്റെ ജീവിതം നശിക്കട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതെന്തായാലും ഈ ലൈവ് അവർ കാണും, അല്ലെങ്കിൽ പ്രോഗ്രാം അവർ കാണും. അപ്പോൾ മുകളിൽ ഞാനിത് എൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ശരിക്കും പബ്ലിക് ഗ്രൂപ്പ് അല്ലേ? ആ ഗ്രൂപ്പിൽ ഉള്ള ഏതൊരു വ്യക്തിക്ക് നിങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ലേ? അതോ അത് നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരും വീട്ടുകാരും മാത്രമായിട്ടുള്ള ഗ്രൂപ്പാണോ? പക്ഷെ അവിടെ ഏകദേശം 920ഉം 811ഉമായി 2000-നകത്ത് ആളുകളെ കാണാനുണ്ട് ഗ്രൂപ്പുകളിൽ മാത്രം. അതായത് 2 ഗ്രൂപ്പുകളിൽ മാത്രം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ മെസ്സേജിൽ തന്നെ പറയുന്നത് നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ ജീവിതം മാറ്റം വരുമെന്നാണ്, അതിനുള്ള സംഗമമാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സംഗമത്തിൽ പങ്കെടുക്കുവാൻ പബ്ലിക് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടതിൽ പണം അടച്ചാൽ ആർക്കും സാധിക്കത്തില്ലേ? അല്ലെ ആർക്കും പറ്റില്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറെ ആളുകളെ കൂട്ടി ഒരു ഗ്രൂപ്പിലേക്ക് അത്തരത്തിൽ ഒരു മെസ്സേജ് ഇടുന്നതിന്റെ അർത്ഥം എന്താണ്? മാത്രമല്ല, ഞാൻ വന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? വിമർശിക്കുന്നവരാരും നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കരുതെന്ന്, നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നിങ്ങനെയാണോ നിങ്ങളുടെ നിയമം?
ഇത് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? മിറാക്കിൾ മിഷൻ മാജിക്ക് എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പുകളിലേക്ക് അല്ലെ അവരുടെ ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഉണ്ടായ അല്ലെ ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു റെസ്പോൺസിന് ഞാൻ കൊടുത്ത മറുപടികളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ SM മീറ്റിംഗിൽ പറയുന്നത് കേട്ട് അതോറിറ്റിയോട് ചോദിക്കണമെന്ന് പറയണമെന്ന്. നേരത്തെ ഞാൻ സംസാരിച്ച ആദില റുബീന മേഡത്തോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നേരിട്ട് ചോദിക്കുന്നത്, അപ്പോൾ അവിടെ അതോറിറ്റി ഇനി ഇതിന് മുകളിൽ വേറെ ആൾക്കാരുണ്ടോ? അവരുടെ ഗ്രൂപ്പിൻ്റെയും ആ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്ത് മെമ്പേഴ്സിൻ്റെയൊക്കെ എണ്ണം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, ഈ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് ഏകദേശം 1800ഓളം പേരെയാണ് ഞാൻ കാണുന്നത്. ഇവരെല്ലാവരും നിങ്ങളുടെ കുടുംബക്കാരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ പൊതുജനങ്ങളാണല്ലോ. ഞാനും ഒരു പൊതുജനത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് തരാതെ ബാക്കിയുള്ളവർക്ക് മാത്രം കൊടുക്കുമെന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിലും മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്കത് കിട്ടിയെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി അതിൽ പങ്കെടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ പങ്കെടുക്കാൻ പോലും അനുവദിക്കില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള 1700 പേരെ നിങ്ങൾ പങ്കെടുക്കാൻ സമ്മതിക്കില്ലേ? ആകെ നിങ്ങളുടെ അഡ്വാൻസ് പ്രോഗ്രാമിലുള്ള 575 പേരെ മാത്രമാണോ പങ്കെടുപ്പിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ റെക്കോർഡിങ്ങുകളും ഉണ്ട്. കൂടാതെ SM-നോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുമാണ്. ഞാനിവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. എന്താണ് സത്യദാസരാമ, എനിക്ക് രക്തത്തിൽ പങ്കില്ല. ഇല്ല, നിങ്ങൾക്ക് പങ്കില്ല. ഇത് രാത്രിയിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ള രക്തത്തിലെ പങ്കാ. ഇത് എൻ്റെ ഷട്ടിൽ മാത്രം തെറിച്ചേക്കുന്ന രക്തമാണ്. അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ അന്നേരം പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഏകദേശം 2 മണിക്കൂറോളം നിങ്ങളുടെ പ്രോഗ്രാം കണ്ടും കേട്ടും ഇരുന്നതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളെക്കാളും കൂടുതൽ നിങ്ങളുടെ വീഡിയോകൾ കാണുകയും അവയെക്കുറിച്ച് പഠിക്കുകയും അത് വിമർശിക്കുകയും ചെയ്ത ഒരാളാണല്ലോ ഞാൻ, അല്ലേ? അവരുടെ എത്ര വീഡിയോ നമ്മളെടുത്ത് പൊളിച്ചത്? 10-75 വീഡിയോ പടപടാന്ന് പറഞ്ഞ് എടുത്ത് പൊളിച്ചത് നമ്മുടെ ചാനലിൽ. എന്നിട്ട് എന്നെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഒന്ന് ബോധ്യപ്പെടുത്താമെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ് ഞാൻ ആക്ച്വലി ഇതാ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു നമ്പർ റിവീൽ ആവുന്നുണ്ട്. അതൊരു വള്ളിയാണല്ലോ. ഒരു നമ്പർ അതിൽ റിവീൽ ആവുന്നുണ്ട്. അതിങ്ങനെ യൂട്യൂബിൽ കൂടെ സ്ക്രോൾ ചെയ്താൽ പണിയാവും. അത് ഞാൻ എന്നെ ഇച്ചിരിയും കൂടെ നീക്കി വയ്ക്കാം. അതിലവരൊരു റിപ്ലൈ മാർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിപ്ലൈയിൽ അവരുടെ നമ്പർ നാട്ടുകാർ കാണും. അത് മോശമാണ്. അങ്ങനെ കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ അടുത്ത് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വരെ എത്തി ട്രാൻസിഷൻ യൂട്യൂബ് പോയത്. എന്തായാലും കുഴപ്പമില്ല. അവരുടെ നമ്പർ പബ്ലിക് ആണ്. ആ പബ്ലിക് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന നമ്പർ തന്നെയാണ്. പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ അവരിവിടെ പറയുന്നത്, സോറി കേട്ടോ, ഒരുപാട് വർക്കുണ്ട്. നിങ്ങളുടെ SI എന്ത് തന്നെയായാലും എനിക്കത് റീഡ് ചെയ്യാൻ സമയമില്ല. അവരോടൊരു കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്, അവർക്ക് ഞാൻ അയച്ച SI എന്ത് തന്നെയായാലും അവർക്കത് വായിക്കാനുള്ള സമയമില്ല. ഇനി മെസ്സേജ് അയക്കരുത്. ഇതെന്തൊക്കെയാണ് സുഹൃത്തുക്കളെ? ഇങ്ങനെയൊക്കെയാണോ നമ്മളൊരു കാര്യം പഠിക്കാൻ ചെല്ലുമ്പോൾ ആ പഠിക്കാൻ ചെല്ലുന്ന ആളോട് പറയുകയാണ് ഇനി മെസ്സേജ് അയക്കണ്ട? അതിൻ്റെ ഏറ്റവും താഴെ ഓക്കെ, ഇനി മെസ്സേജ് അയക്കരുത്, നിങ്ങൾ ചോദിച്ചതിന് വ്യക്തമായ മറുപടി തന്നിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചിട്ടുണ്ട്. ഐ ഗോട്ട് യുവർ ഇൻവിറ്റേഷൻ, ഐ ഹാവ് ദ പ്രൂഫ്. ഞാൻ നിങ്ങളുടെ ഒരു നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ചേരുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട്. അതിന് ഇൻവിറ്റേഷൻ ലിങ്ക് എന്നാണ് പറയുക. ഇൻവിറ്റേഷൻ എന്ന് പറയാൻ ക്ഷണനം എന്നാണ്. മലയാളത്തിൽ പറയുന്നത് ക്ഷണനം എന്നാണ്. നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എന്നിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ വന്നത്. അല്ലാതെ എനിക്ക് അന്തരീക്ഷത്തിൽ നിന്നും ദൈവം ഡയറക്റ്റ് ഇറക്കി തന്ന ലിങ്കിലൂടെ അല്ല ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്തത്. അത് നിങ്ങളുടെ അഡ്വാൻസ് പ്രോഗ്രാമിൻ്റെ ഡിസംബറിൻ്റെ ഗ്രൂപ്പിൽ വരെയും ഞാൻ ജോയിൻ ചെയ്തതിനും നിങ്ങൾ എന്നെ റിമൂവ് ചെയ്തതിനും ഇനി നിങ്ങൾ എന്നെ റിമൂവ് ചെയ്താൽ അതിനും തെളിവുണ്ട്. അതാണ് രസം. അപ്പം നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ഈ ഗുരുക്കന്മാരുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ബുദ്ധിമതി എന്ന് പറഞ്ഞ് ബുദ്ധിപൂർവ്വം ചിന്തിക്കാനാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ മനസ്സിലാവും ഇവരെന്തുകൊണ്ടാണ് എന്നെ ഇതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കാത്തത്. എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന ഏറ്റവും വിരോധാഭാസമുള്ള ഒരു കാര്യം ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അവർക്കൊരു ഹായ് അയച്ച ഉടൻ തന്നെ അതിൻ്റെ റെക്കോർഡുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അവർക്കൊരു ഹായ് അയച്ചാൽ അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഹായ് അയച്ചപ്പോൾ ഇൻസ്റ്റൻ്റ്ലി അവരുടെ റിപ്ലൈ, ഓട്ടോമാറ്റിക് റിപ്ലൈ, എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇന്ന ലിങ്ക് അതിൽ കയറും എന്ന് പറയട്ടെ വന്നത് എനിക്ക് കാണാൻ പറ്റും, കാണിക്കാൻ പറ്റും.
അതൊന്ന്. ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അതിലെന്തിനാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്? ഞാനും നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരാളാണ്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ സ്ഥിരമായിട്ട് സജീവ സാന്നിധ്യമാണ്. നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ എടുത്തു നോക്കൂ. നിങ്ങളുടെ ഗ്രൂപ്പ് ഞാനിവിടെ നിങ്ങളുടെ മെസ്സേജുകളാണ് ഇവിടെ കിടക്കുന്നേക്കുക. ഇത് കണ്ടോ, നിങ്ങളുടെ സൂമിൻ്റെ ഹാദിയ ഡിസൈൻസ് ഇന്ന് രാവിലെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് എനിക്കിവിടെ കാണാം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഞാനിത് റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ തന്നെയും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ പ്രൈവറ്റ് ഗ്രൂപ്പ് അല്ല, നിങ്ങളുടെ ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. ആ പബ്ലിക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവിടെ ഇടുന്ന ഓരോ മെസ്സേജുകളും ഞാൻ കാണുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. അല്ലാതെ ഞാനിതൊരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന ഒരു സംഭവമൊന്നും അല്ല. നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വന്നത്. നിങ്ങളുടെ ലിങ്കുകൾ എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു ഹായ് അയച്ച ഉടനെ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടാണ് നിങ്ങളുടെ ഇത്രയും ഗ്രൂപ്പുകളിൽ ഞാൻ ജോയിൻ ചെയ്തത്. അതും അഡ്വാൻസ് പ്രോഗ്രാമിൽ വരെ ഞാൻ ജോയിൻ ചെയ്തു. എന്നെ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് ഇന്നലെ കടത്തി വിട്ടത് പോലും നിങ്ങളുടെ കൂട്ടത്തിലൊരു അഡ്മിനാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ മറ്റൊരു പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും. കാര്യം എൻ്റെ സുധീർ കബീർ എന്നുള്ള പേരും തലയും കണ്ടെന്നാൽ ഒരു പ്രോഗ്രാമിൽ പോലും, ഓഫ്ലൈൻ പ്രോഗ്രാമിൽ പോലും ആ 3500 രൂപ തന്നിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ പങ്കെടുപ്പിക്കാത്ത നിങ്ങൾ എന്നെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുമോ? എൻ്റെ പേര് കണ്ടാൽ, എൻ്റെ തല കണ്ടാൽ പുള്ളിയുടെ ടെമ്പർ തെറ്റും. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പല പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ പേരിൽ ഒരാൾ അവിടെ പോയിട്ട് ചീത്ത വിളിച്ചു. എൻ്റെ പേരിൽ ഇവരുടെ മീറ്റിങ്ങിൽ ഒരാൾ പോയിട്ട് ഇവരെ ചീത്ത വിളിച്ചു. ആ ചീത്ത വിളിച്ച സമയത്ത് പുള്ളി കംപ്ലീറ്റ് ടെമ്പർ തെറ്റി അവനെ പൂരം തെറി വിളിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സുധീർക്കാൻ നിങ്ങൾ അവിടെ എങ്ങാനും ഉണ്ടോ? ആ പുള്ളിക്കാരൻ നിങ്ങളെ പൂരം തെറി വിളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ തെറി വിളിക്കുന്നത്? ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്, എന്നെ എന്തിനാണ് പുള്ളി തെറി വിളിക്കുന്നത്? അത് നിങ്ങളുടെ പേരിട്ടുകൊണ്ട് ഒരുത്തൻ ആ ഗ്രൂപ്പിൽ വന്ന് കയറിയിട്ടുണ്ട്, ആ കോൺവെർസേഷനിൽ വന്ന് കയറിയിട്ടുണ്ട്. അവനെ പുള്ളി പൂരം തെറി വിളിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് അപ്പോൾ തന്നെ ഞാൻ വന്ന് കുത്തിയിരുന്ന് ലോഗിൻ ചെയ്ത് മീറ്റിംഗ് കയറിയിട്ട് ഞാൻ പറഞ്ഞു, SM ഞാനല്ല കേട്ടോ, ഞാനല്ല. ഞാൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ID നിന്ന് വരും. പക്ഷേ അവരുടെ പ്രോഗ്രാമിൽ ഒഫീഷ്യൽ ID നിന്ന് അവർ എന്നെ പങ്കെടുപ്പിക്കത്തില്ല. അവർക്ക് പേടിയുണ്ട്. എന്തിനാണ് പേടിക്കുന്നത്? ഞാനതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഗ്രൂപ്പുകളിൽ എന്തുകൊണ്ട് യുക്തിപൂർവ്വം ചോദ്യം ചോദിക്കുന്ന ഒരുത്തനെ ഭയക്കുന്നു, അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരുത്തനെ ഭയക്കുന്നു, വിമർശനത്തിന് അതീതമാണ് അവരെന്ന് വിശ്വസിക്കുന്നു? എന്തുകൊണ്ട്? വൈ? ബട്ട് വൈ? ഞാനിവിടെ പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യം എന്ത് ക്ലാസ്സും ആയിക്കോട്ടെ, ഞാൻ വിമർശിക്കുന്നുണ്ട്, ഒരുപാട് ആളുകളെ ഞാൻ വിമർശിക്കുന്നുണ്ട്. വിമർശിക്കുന്നതും വിമർശനത്തിന് വിധേയരാകുന്നതും തീർച്ചയായിട്ടും ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ്. അല്ലാതെ ഞാൻ സാധാരണക്കാരെയോ ഈ ട്രാപ്പിലേക്ക് പെട്ടുപോയ ആരെങ്കിലും ഞാൻ വിമർശിച്ചിട്ടുണ്ടോ? അവരിവിടെ വന്ന് നമ്മളോട് ഓപ്പണായിട്ട് അവർ നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോഴും ഞാൻ അവരുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇരയാക്കപ്പെട്ടവരാണ്. നിങ്ങളൊരു അടിമത്തത്തിലേക്ക് പോയതാണ്. ശരിക്കും ഭയങ്കര ടഫ് ആൻഡ് ടൈറ്റ് ലാംഗ്വേജിൽ, റഷ് ആൻഡ് അഗ്രസീവ് ലാംഗ്വേജിൽ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. കാരണം അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഐ നോ വെയർ ദ മൈൻഡ് വാസ് സെറ്റ്. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവരോട് അഗ്രസീവായിട്ട് സംസാരിക്കുന്നത്, റഷായിട്ട് സംസാരിക്കുന്നത്, ചില ഷോക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്.